211 കാൽവരിയാകണേ എന്നോട്ട് നോക്കി. 211. പ്രാർത്ഥിച്ചു തുടങ്ങി. തരാം. പ്രാർത്ഥനയോടെ ആരാധന ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നോമ്പ് ആരാധനയുടെ 24-ാം ദിവസം നമുക്ക് കടന്നു വരുവാൻ ദൈവം കൃപ നൽകിയത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. വെറുതെ വന്ന് മടങ്ങി പോകുന്നവരായിട്ടല്ല, കർത്താവിനെ പൂർണ്ണമായും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ക്രൂശിനോട് ചേർന്നിരിക്കുവാനുള്ള നന്മയും അനുഗ്രഹവും നമുക്ക് പ്രാപിപ്പാൻ ആലയത്തിൽ വളരെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ നമുക്കായിരിക്കാം. അതിലേക്ക് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥപിതാവേ, സ്വർഗം സിംഹാസനവും ഭൂമി പാതവിടുമായി അങ്ങ് വിളങ്ങുമ്പോൾ അങ്ങയുടെ പാദം പിടിച്ച് ചുംബിക്കുവാൻ ദൈവം കൃപ നൽകുന്നതിനായി സ്തോത്രം. ദൈവമായ കർത്താവെ, പിശാചാര വിഴുങ്ങേണ്ടു എന്ന് തക്കം പാർക്കുന്ന ഈ നാളുകളിൽ നിൻ്റെ ശത്രുവിനെ പാതവിടമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്ന് ദൈവവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ പിശാചിൻ്റെ തന്ത്രങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും കർത്താവെ കടന്നു വരാതെ അങ്ങയുടെ പാത പിടിച്ച് ചുംബിക്കുവാൻ കർത്താവായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനയുടെ ആദ്യം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ കൃപ പകരണമേ. വിവിധ ഭാഗങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രിയപ്പെട്ട ഒരു ദൈവം ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപ കൊണ്ട് നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു.
സകലവിധ നന്മകളാലും നിറയ്ക്കണമേ. മഹത്വം അങ്ങേക്ക് ക്രിസ്തു യേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. ദൈവനാമസ്തുതിക്കും മഹത്വനുമായി ക്രിസ്ത്യ ആരാധനകൾ പാഠപുസ്തകത്തിൽ 370 ഗീതം, എന്തോ ഒരു അൻപീത അപ്പനെ എന്ന് ആരംഭിക്കുന്ന 372 ഗീതം 372. നിൽക്കുമ്പോൾ തന്നെ സങ്കീർത്തനങ്ങൾ 25 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പ്രതിവാക്യമായി വായിക്കും. സങ്കീർത്തനങ്ങൾ 45 1 മുതൽ 7 വരെ. സങ്കീർത്തനങ്ങൾ 45 1 മുതൽ 7 വരെ. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലാകുന്നു. പകർത്തിരിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവേ, നിന്റെ വാൾ അരക്കി കെട്ടുക, നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കണം. നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലങ്കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിൻ്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. നിന്റെ രാജ്യത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു.
ചേർന്ന് വായിക്കാം. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം, നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമെങ്കിലും ഇപ്പോഴും നീക്കള പ്രകാരം തന്നെ ആമേൻ. ഇരിക്കാം. ഇന്നത്തെ വേദഭാഗം വായിച്ച് കേൾപ്പിക്കും. തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ടും നമുക്കൊരുങ്ങാം. വായിക്കുവാനായി നൽകിയിരിക്കുന്ന പഴയ നിയമ വേദഭാഗം, ലേഖന വേദഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 21 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളെ വായിക്കുന്നത് ശ്രദ്ധിപ്പിൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 21 മുതൽ 31 വരെയുള്ള വചനങ്ങൾ. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയോ, നിങ്ങൾ കേട്ടിട്ടില്ലയോ, ആദ്യം മുതൽ നിങ്ങളോട് അറിയിച്ചിട്ടില്ലയോ, ഭൂമിയുടെ അടിസ്ഥാനങ്ങളാൽ നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലയോ? അവൻ ഭൂമിമണ്ഡലത്തിന്മീതെ അധിവസിക്കുന്നു, അതിലെ നിവാസികൾ വെട്ടുകിളികളെ പോലെ ഇരിക്കുന്നു. അവൻ ആകാശത്തെ ഒരു തിരശീല പോലെ നിവർക്കുകയും പാർപ്പാനുള്ള ഒരു കൂടാരത്തെ പോലെ വിരിക്കുകയും പ്രഭുക്കന്മാരെ ഇല്ലാതാക്കുകയും ഭൂമിയിലെ ന്യായാധിപന്മാരെ ശൂന്യമാക്കുകയും ചെയ്യുന്നു. അവരെ നട്ട ഉടനെ, അവരെ വിതച്ച ഉടനെ, അവർ നിലത്ത് വേരൂന്നി തുടങ്ങിയ ഉടനെ അവൻ അവരുടെ മേൽ ഊതി, അവർ വാടിപ്പോവുകയും ചുഴലിക്കാറ്റുകൊണ്ട് താളടി പോലെ പാറിപ്പോവുകയും ചെയ്യുന്നു. ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശമാക്കും? ഞാൻ ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുവിൻ. ഇവയെ സൃഷ്ടിച്ചതാർ? അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെ എല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവൻ്റെ വീര്യമാഹാത്മ്യം നിമിത്തം, അവൻ്റെ ശക്തിയുടെ ആധിക്യം നിമിത്തവും അവയിലൊന്നും കുറഞ്ഞു കാണുകയില്ല. എന്നാൽ എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നു എന്ന് യാക്കോബെ നീ പറയുകയും ഇസ്രായേലെ നീ സംസാരിക്കുകയും ചെയ്യുന്നതെന്ത്? നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഈ വായിച്ചോട്ട തിരുവചന വേദഭാഗങ്ങൾ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എണ്ണമറ്റ പാപങ്ങൾ ഞാൻ ചെയ്തവയാകെ പൊറുത്തു പുണ്യവാനേകനെ എന്നെ പുണ്യനാക്കേണം. നിന്നടിമായിടുമോ ഒരുന്നതി എനിക്കുണ്ടാകാൻ, നിന്നടി വണങ്ങി നിത്യം വന്ദനം ഞാൻ ചെയ്തിടുന്നേൻ. യേശുവേ കരുണാസനാപതിയേ, നട്ടം തിരിയും എന്നെ വീണ്ടുകൾ. യേശുവേ സർവശക്തനും മഹാകാരുണ്യവാനുമായ സ്വർഗീയ പിതാവേ, മനോഹരമായുള്ള സന്ധ്യാവേളയ്ക്ക് വേണ്ടി ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. 24-ാമത്തെ ദിവസം കർത്താവെ ഇന്ന് ആലയത്തിൽ കടന്നു വരുവാനും ഇപ്രകാരം ദൈവം ഒരു കൂട്ടായ്മ അനുഭവിപ്പാൻ തക്കവണ്ണം കർത്താവെ സഹായിക്കണമെന്ന് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഇതുവരെയും ഇല്ലാത്ത ദൈവോണറിൻ്റെ അനുഭവങ്ങൾ കർത്താവെ ഈ നാളുകളിൽ സഭയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ വിജയക്കായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ, കൂടുതൽ പേർക്ക് കർത്താവ് ഉണർവിൻ്റെ അനുഭവം ലഭിക്കാനും ആ സഭാ ദൈവമേ അതിൻ്റേതായിട്ടുള്ള നല്ല രീതിയിൽ തന്നെ വരുവാൻ തക്കവണ്ണം കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന ഒരു സഭയായി തന്നെ തീരുവാൻ തക്കവണ്ണം കർത്താവെ സഹായിക്കണമേ. എല്ലാ ശക്തികളെയും ദൈവമേ തെറ്റായ മാർഗങ്ങളെല്ലാം മാറ്റി ശരിയായ മാർഗങ്ങൾ കൊണ്ടുവരുവാൻ അടിയങ്ങളെല്ലാം ദൈവമേ പശ്ചാത്തപിച്ച് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ വരുവാൻ തക്കവണ്ണം അടിയങ്ങളോട് കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ പാവം എത്ര കടും ചുവപ്പായിരുന്നാലും ദൈവമേ അത് ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് പറഞ്ഞ പ്രകാരം അടിയങ്ങളെ പാവമംഗലമായ കരകളെ ദൈവമേ അതിനെ വിശുദ്ധീകരിച്ച് ദൈവമേ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹമുള്ള കരങ്ങൾ കൊണ്ട് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ ജീവിതങ്ങളെ ദൈവമേ ഓരോ ദിവസവും ശോധന ചെയ്ത് ഓരോ ദിവസവും ഇവിടെ പുൽപ്പറ്റിൽ നിന്ന് കേൾക്കുന്ന പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അത് ഞങ്ങൾക്ക് പുതിയ ഒരു ഉണർവിൻ്റെ അനുഭവങ്ങൾ വരുവാൻ തക്കവണ്ണം കർത്താവെ സഹായിക്കണമേ. ശരീരത്തിൻ്റെ സ്വഭാവത്തിലെ ദൈവമേ കളയേണ്ട ഭാഗങ്ങളെല്ലാം കളഞ്ഞ്
കർത്താവെ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ സ്വീകരിക്കുവാൻ തക്കവണ്ണം കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 24 ദിവസമാകുമ്പോൾ ദൈവമേ അതിൻ്റേതായിട്ടുള്ള ഒരു ഉണർവ് അടിങ്ങൾക്കെല്ലാം ലഭിക്കാൻ തക്കവണ്ണം കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ശുശ്രൂഷിക്കുന്ന കർത്തദാസന്മാരെ ഓർക്കുന്നു. ഇവരെല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ ദൈവം നന്മകൾ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭാ കമ്മിറ്റിക്ക് വേണ്ടിയും സഭയിലെ മറ്റ് പ്രവർത്തകർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പ്രായമാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവർ എഴുതുന്ന പൈതങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കരങ്ങൾ തരുന്നു. ആരാധനയായിട്ട് തന്നെ തീരുവാൻ ദൈവമേ എല്ലാവരും കടന്നു വന്ന് ദൈവകൃപ പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവെ സഹായിക്കണമേ. ദൈവമേ ആലയത്തിൽ വന്ന് ദൈവകൃപ പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞു പോയ ജീവിതങ്ങളിലെ ദൈവമേ കുറവുകൾ മാലിന്യങ്ങൾ മാറ്റി പുതിയ അനുഭവത്തോടെ ദൈവമേ വരുവാൻ തക്കവണ്ണം കർത്താവെ സഹായിക്കണമേ. അങ്ങയുടെ എല്ലാ ദൈവമേ ക്രൂശ് മരണങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ കർത്താവെ അങ്ങയുടേതായിട്ടുള്ള കർത്താവ് നിന്ദകൾ പരിഹാസങ്ങൾ പീഡനങ്ങളെല്ലാം ഓർക്കുമ്പോൾ അടിയങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവെ. അടിയങ്ങളുടെ ജീവിതം എത്രയോ നന്മകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കർത്താവെ, ഇതുവരെ അങ്ങ് തന്നതായിട്ടുള്ള നന്മകൾ ഓർക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവമേ രോഗികളായിട്ട് ദൈവമേ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവ് രോഗികളായിട്ട് ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും ദൈവം അങ്ങ് സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവികമായിട്ടുള്ള ശക്തിയും കൃപയും ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ദൈവമേ നാളത്തെ ദിവസം ഇന്നത്തെ വചന ശുശ്രൂഷയെ ദൈവമേ ബലപ്പെടുത്തണമേ. അങ്ങനെ നാഥനായതെല്ലാം നടത്താനും മഹാടോയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം. ബിഷപ്പ് തിരുമേനിക്ക് വേണ്ടിയും സെക്രട്ടറിക്ക് വേണ്ടിയും മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു പുതിയ ബിഷപ്പ് ദൈവമോടെ വരുമെന്ന് പറഞ്ഞ് കർത്താവ് ദൈവകൃപ ഉണ്ടായിരിക്കണം. ദൈവത്താൽ അഭിഷേകം ചെയ്ത് കർത്താവെ അടിയങ്ങളെ ശുശ്രൂഷിക്കുവാൻ നിയോഗിക്കാൻ തക്കണം കർത്താവെ സഹായിക്കണമേ. വീണ്ടും ദൈവമേ അടിയങ്ങൾ എന്താ ദിവസത്തെ ദൈവത്തെ കാര്യങ്ങൾ തരുന്ന കർത്താവെ ബലഹീനെല്ലാം ക്ഷമിക്കണം കർത്താവെ. ശക്തീകരിക്കണമേ, മഹത്വം കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ഞങ്ങളുടെ പിതാവേ, തിരുനാമം സ്ഥിരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരു ഇഷ്ടം സുഖത്തെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നതിൽ പാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പരീക്ഷക്കെടുത്ത സലദോഷം കൂടി രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതല്ലോ. ആമേൻ. ഈ സമയത്ത് 541 ഗീതത്തിൻ്റെ ചില ചരണങ്ങൾ പാടുമ്പോൾ കാണിക്ക സ്വീകരിക്കും. വിശ്വാസ ജീവിത പടകിൽ ഞാൻ എന്നാരംഭിക്കുന്ന 541 ഗീതം. അർപ്പിച്ചിരിക്കുന്ന കാണിക്കെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ദൈവമേ, ഞങ്ങൾ ആലയത്തിൽ വന്നപ്പോൾ വെറും കയ്യായി വരാതെ കർത്താവിൻ്റെ സന്നിധിയിൽ കാഴ്ച അർപ്പിക്കുവാൻ ദൈവം കൃപ നൽകിയതിനായി സ്തോത്രം. കർത്താവെ അർപ്പിച്ചവരെയും അർപ്പിക്കേണ്ടവരെയും ഒരുപോലെ ദൈവം ശക്തീകരിച്ച് അനുഗ്രഹിക്കണമേ. ഇത് ദൈവരാജ്യ മഹത്വനായിട്ട് പ്രയോജനപ്പെടുവാൻ കർത്താവ് സഹായിക്കും. അനന്തമായ സ്നേഹം കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറയ്ക്കും. ഈ അർപ്പിക്കുന്നത് ഞങ്ങളെ മുഴുവനായി കർത്താവിന് സമർപ്പിക്കുന്നതിന് കാരണമായി തീരുവാൻ ദൈവം സഹായിക്കും.
ക്രിസ്തുമുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ മഹത്വപ്പെടുമാറാകട്ടെ. നാളത്തെയും ആരാധന 7:00 തുടങ്ങി 8:15 അവസാനിക്കും. നിങ്ങൾ ഇത്രയും വളരെ താല്പര്യത്തോടെ വരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഉള്ളിലെ ആഗ്രഹങ്ങളെ ദൈവം സഫലീകൃതമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് വചനസന്ദേശം നൽകുന്നത് നമ്മുടെ അച്ഛനാണ്. വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും അച്ഛനെ വചന സന്ദേശത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്ത തിരുവചന വേദഭാഗം യെശയ്യാപ്രവാചകൻ്റെ ഗ്രന്ഥം 40-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം നാം ഇന്ന് വായിച്ചു കേട്ട ഭാഗമാണ്. ഇതിനധികം ആമുഖമൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ ഭാഗം നമുക്കേറെ പരിചിതമാണ്. പല പ്രസംഗങ്ങൾ നമ്മളിതൊന്ന് കേട്ടിട്ടുണ്ട്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. വളരെ പ്രസിദ്ധമായ നമ്മിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കുന്ന ചില വാക്യങ്ങൾ, ചില വീടുകളിലേക്ക് ഈ വാക്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ വചനം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ഇതെങ്ങനെയാണ് ഈ വചനം, ഇതിൻ്റെ പശ്ചാത്തലം, ഇതെന്താ സന്ദേശം നമുക്ക് കൈമാറുന്നു എന്നതാണ് നാം ഈ നോമ്പിൻ്റെ ധ്യാനത്തിൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ നോമ്പ് ദിനത്തിൽ പുതിയ ശക്തിയെ പ്രാപിക്കുവാൻ വേണ്ടിയാണ് നാം നോമ്പാചരണത്തിൻ്റെ ഭാഗമായി വളരെ ഏറെ സംയമനത്തോടും ദൈവാശ്രയത്തോടും ആലയത്തിലേക്ക് കടന്നു വരുന്നു. ഇപ്പോൾ ഈ വചനം കൈമാറുന്ന വലിയൊരു സന്ദേശം നമുക്കറിയാം. യഹൂദന്മാർ വളരെ പ്രത്യാശയോടുകൂടി ജീവിച്ച ഒരു ജനതയായിരുന്നു. യഹോവയെ അവർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നവരാണ്. ലോകത്തിലുള്ള മറ്റെല്ലാ ജാതികളെക്കാൾ മേലായി അവർ ഉയർത്തുമെന്ന വലിയൊരു പ്രത്യാശ യഹൂദ ജനതയ്ക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പക്ഷെ പിന്നത്തേതിൽ അതായിരുന്നില്ല യഥാർത്ഥ അനുഭവം. വഴിപിഴയ്ക്കുന്ന ഇസ്രായേൽ ജനതയുടെ പോക്കാണ് പിന്നത്തേതിൽ ചരിത്രം പരതുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ശലോമോൻ രാജാവിൻ്റെ കാലത്തിന് ശേഷം ഈ രാജ്യം തന്നെ 2ആയി വിഭജിക്കപ്പെട്ടു. വളരെ സങ്കീർണമായ ചരിത്രമാണ് അവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇവർ തമ്മിൽ മത്സരമുണ്ടായി, യുദ്ധങ്ങളുണ്ടായി, പരസ്പരം പോരടിക്കുന്ന യഹൂദന്മാരെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അശ്ശൂരും ബാബിലോൺ സൈന്യമൊക്കെ കടന്നു കയറി അവരെ പിടിച്ചടക്കുന്നത്. അവരെ ശക്തി ക്ഷയിച്ച് പരസ്പരം തമ്മിലടിച്ച് ശക്തി ക്ഷയിക്കുമ്പോഴാണ് അപരന്മാർക്ക് മറ്റ് ജാതികൾക്ക് അവരെ കീഴടക്കുവാൻ കഴിയുന്നത്. അത് നമ്മുടെയും ജീവിതത്തിൽ അർത്ഥപൂർണമാണ്. അപ്പം ഇങ്ങനെ തമ്മിലടിച്ച് സ്വയമില്ലാതെയാകുന്നൊരു സമൂഹം പെട്ടെന്ന് ജാതികളുടെ മുമ്പിൽ കീഴടങ്ങുന്ന കാഴ്ച, ശത്രുക്കളുടെ മുമ്പിൽ നിലംപരിചാകുന്ന കാഴ്ചയാണ് ഇസ്രായേൽ ചരിത്രത്തിൽ ഏറെ വേദനിപ്പിക്കുന്ന വസ്തുത. അപ്പോൾ ഈ ദേശത്തു നിന്ന് കൂട്ടം കൂട്ടമായി അവരെ അവരുടെ ദേശത്തേക്ക് അന്യ സ്ഥലങ്ങളിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. ഇവർ അടിമകളായി മാറ്റപ്പെട്ടു. ഇവരുടെ സ്ഥലങ്ങൾ തച്ചു തകർക്കപ്പെട്ടു, എല്ലാം കൊള്ളയടിക്കപ്പെട്ടു. ആലയം പോലും കൊള്ളയടിക്കപ്പെട്ടതാണ് ചരിത്രം. പക്ഷെ അവർക്ക് ഒരുമിച്ച് കൂടുവാനോ ആരാധിക്കാനോ സാധ്യതയില്ലാതെ ആയിത്തീർന്നു. അപ്പോൾ അവർക്ക് ഒന്നിനുമുള്ള സ്വാതന്ത്ര്യമില്ലാതെ അസ്വാതന്ത്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് താണുപോയ ഒരു ചരിത്രമാണ് ഇസ്രായേലിൻ്റെ ചരിത്രമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ സമയത്ത് പടിപടിയായി അവർ മറ്റ് ദൈവങ്ങളെ ആരാധിക്കാനായിട്ട് തുടങ്ങി. അന്യ ദൈവങ്ങൾ അവർക്കുണ്ടായി. യഹോവയെ സേവിച്ചതുകൊണ്ട് വിശേഷിച്ച് ഒരു പ്രയോജനമില്ല എന്നൊരു ചിന്ത ഇസ്രായേൽ മക്കളുടെ ഹൃദയങ്ങളിൽ രൂഢമൂലമായി. ദേവന്മാരെ സേവിച്ച അവരോടൊപ്പം ഇഴുകി ജീവിക്കുവാനുള്ള തത്രപ്പാടാണ് നമുക്ക് പിന്നിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അവരുടെ പ്രാർത്ഥനയും ക്രമേണ പ്രാർത്ഥനകളും ആരാധനകളെല്ലാം ചുറ്റുപാടുമുള്ള ജാതികളുടെ ആ വിഗ്രഹാരാധനയുമൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നു.
അവരുടെ ആത്മീക ജീവിതം തന്നെ തണുത്തുറയുന്ന അനുഭവത്തിൽ ആയിത്തീർന്നു. ഈ നോമ്പിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ആത്മീക ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുവാനാണ് നാം ദൈവസന്നിധിയിൽ ഓടിക്കൂടുന്നത്. പുതിയ ശക്തിയെ പുതുക്കുവാൻ നാം ഇപ്പോൾ കേട്ടതുപോലെ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഈ വചനം അവർക്ക് വേണ്ടി പ്രവാചക ശ്രേഷ്ഠ നൽകിയാണ്. അവരുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകനെ, യെശയ്യാ പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. കാരണം തണുത്തുറഞ്ഞു പോയ അവരുടെ ആത്മീയ ജീവിതത്തെ ഊതി വീണ്ടും ശക്തിപ്പെടുത്തുവാനുള്ള പ്രവാചക ശ്രേഷ്ഠൻ്റെ ശക്തമായ വാക്കുകളാണ് നമുക്കിവിടെ കേൾക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പം അതിതീഷ്ണതയുള്ള പ്രവാചകൻ്റെ ശബ്ദം അവർക്ക് ധൈര്യം പകരുന്ന ഒന്നായിട്ട് തീർന്നു. നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ എത്ര തന്നെ പ്രതികൂലമായിരുന്നാലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന് പ്രവാചകൻ അവരെ ശക്തിപ്പെടുത്തുന്നതാണ് പ്രവാചക ഗ്രന്ഥങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യം. അപ്പം നിസ്സാരപ്പെട്ട ഒന്നല്ല. ഒന്നാമത് നമ്മളിവിടെ കാണുന്ന ദൃഷ്ടാന്തം എന്ന് പറയുന്നത് കഴുകൻ്റെ ദൃഷ്ടാന്തമാണ്. എന്താണ് കഴുകൻ നമുക്ക് പഠിപ്പിക്കുന്ന പാഠമെന്ന് പറയുന്നത്? നമ്മൾ കഴുകനെ കുറിച്ച് ഒന്ന് വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും. കഴുകനെന്ന് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൻ്റെ പറമ്പുകളിൽ എച്ചിലൊന്നും കഴിക്കാൻ വരാറില്ല. നമ്മൾ കാക്കയാണ് കൂടുതൽ കാണാറ്. പക്ഷേ കഴുകൻ ഇങ്ങനെ കൂട്ടമായി സഞ്ചരിക്കുന്ന നമുക്ക് കാണാനായിട്ട് കഴിയില്ല. പക്ഷെ അത് കാണണമെങ്കിൽ ഏറെ ഉയരങ്ങൾ താണ്ടണം. കഴുകൻ വളരെ ശക്തിയോടെ ഉയരങ്ങൾ താണ്ടുന്ന ഒരു പറവയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഉയരങ്ങൾ, ഔന്നത്യത്തിലേക്കുള്ള അവൻ്റെ കുതിച്ച ചാട്ടമാണ്, കുതിച്ച പായലാണ് കഴുകൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന പാഠം. ഇപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിക്കുന്ന നമ്മുടെ ജീവിതങ്ങളിൽ അത്തരത്തിലുള്ള ഒരു ഔന്നത്യമുണ്ടാകണമെന്ന യാഥാർത്ഥ്യമാണ് ഈ ദൃഷ്ടാന്തത്തിലൂടെ യെശയ്യാ പ്രവാചകൻ നമ്മുടെ മുമ്പിൽ നൽകുന്നത്. പറയുന്നത് എന്താ? യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഇതുപോലെ വിഗ്രഹാരാധികളായി ദൈവസന്നിധിയിൽ നിന്ന് അന്യപ്പെട്ടു പോകേണ്ടവരല്ല. നിങ്ങളുടെ വിശ്വാസ ജീവിതം തണുത്തുറയേണ്ടതല്ല. ഊതി അതിനെ വളരെ ശക്തിയുള്ളതാക്കി തീർക്കുവാനുള്ള പരിശ്രമം ഉണ്ടാകണം. ചിറകടിച്ച കഴുകൻ ഉയരുന്നത് പോലെ തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ ഉയരങ്ങൾ താണ്ടുവാനുള്ള ആഹ്വാനമാണ് യഥാർത്ഥത്തിൽ യെശയ്യാ പ്രവാചകൻ നമുക്ക് നൽകുന്നത്. ഈ രാത്രിയിൽ എന്ത് തരത്തിലുള്ള കുതിച്ചു പായലാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്? ഉയരങ്ങൾ താണ്ടുവാനുള്ള താല്പര്യമുണ്ടായാൽ മാത്രമേ നമുക്ക് ഉയരങ്ങളിലേക്ക് കുതിക്കുവാൻ കഴിയുകയുള്ളൂ. അനന്ത നീലിമ നമ്മുടേതാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നറിയില്ല, സാധാരണ കുഞ്ഞുങ്ങൾക്ക് മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ പറയാറുള്ളൊരു സംഭവം എന്ന് പറയുന്നത്, രാജു എന്ന് പറയുന്ന ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു സഹോദരൻ്റെ, ഒരു പയ്യൻ്റെ കഥയാണ്. അവനിങ്ങനെ സ്കൂൾ വിട്ട് വരുമ്പോൾ കുറച്ച് മുട്ടകൾ അവൻ കണ്ടു. അപ്പോഴാണ് നമ്മൾ ഓർത്ത്, എൻ്റെ അമ്മ വീട്ടിൽ മുട്ടകൾ അടവച്ചിട്ടുണ്ട്. പണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ കോഴിയൊക്കെ അടവയ്ക്കും. അപ്പോൾ അതിൽ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും. നമ്മളതിനെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നൊരു കുഞ്ഞുനാൾ എൻ്റെ ഓർമ്മയിലുണ്ട്, ചെറുപ്പനാൾ, കുഞ്ഞുനാൾ. അപ്പോൾ ഇതുപോലെ അവൻ്റെ അമ്മ അടവച്ചിരിക്കുന്ന കോഴിമുട്ടയാണ് അവിടെ ഓർത്തത്. അതുകൊണ്ട് ഈ കിട്ടിയ മുട്ടകളൊക്കെ പറക്കി അമ്മ കാണാതെ ഈ കോഴിയുടെ ചിറക് പൊക്കി അതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തു. മറ്റു മുട്ടകളോടൊപ്പം ഈ മുട്ടകളും കൂടെ അവൻ ചേർത്ത് വെച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഈ കുഞ്ഞുങ്ങളും കൂടെ പുറത്തേക്ക് വന്നു. കോഴിക്കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ അതേ സൈസിൽ, കൊച്ചു കുഞ്ഞാണല്ലോ, ഇങ്ങനെ വിരിഞ്ഞിറങ്ങുമ്പോൾ അവനും കൗതുകമാണ്. അവൻ നോക്കുകയാണ് എന്താ സംഭവിക്കുന്നത്. കൊള്ളാമല്ലോ, കോഴിക്കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ ഈ കുഞ്ഞുങ്ങളും അവിടെ ചിതലൊക്കെ പരതി ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് ആകാശത്തൊരു കഴുകൻ പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെ പതുക്കെ താഴേക്ക് നോക്കിയാണ്, എന്താ ഇരയാണ് കിട്ടുന്നതാ. ഇപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി അത് താഴേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ദൃഷ്ടി പതിഞ്ഞത്. എന്താ, തൻ്റേതായ കുഞ്ഞുങ്ങളും കൂടെ ഇതാ കോഴിക്കുഞ്ഞുങ്ങളെപ്പോലെ ചാടി നടക്കുകയാണ്. അവിടെ എച്ചിലൊക്കെ പരുതി കഴുകൻ കുഞ്ഞുങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ ജീവിതവും അതിൻ്റെ ശൈലിയുമൊക്കെ കോഴിക്കുഞ്ഞുങ്ങളുടേതായി. അവർ വീണ്ടും ഒന്നുകൂടെ നോക്കി, ശരിയാണ്, എൻ്റെ കുഞ്ഞുങ്ങളാണ്, കഴുകൻ കുഞ്ഞുങ്ങളാണ്. അവർ താഴേക്ക് പറന്ന കോഴിക്കുഞ്ഞുങ്ങൾ ഈ കഴുകൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നിനക്ക് ചിറകുണ്ട്, അനന്ത നീലിമ നിൻ്റേതാണ്, ഉയരങ്ങളിൽ പറക്കേണ്ടതാണ്. ഇതുപോലെ തവള പോലെ ചാടിക്കടക്കേണ്ടതല്ല നിൻ്റെ ജീവിതം. കോഴിക്കുഞ്ഞുങ്ങളെപ്പോലെ ഇവിടെ പരിധി നടക്കുവാനുള്ളതല്ല, അനന്തതയിലേക്ക് പറന്നുയരുക. കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല, കഴുകൻ കുഞ്ഞുങ്ങൾക്ക്. അതാ കോഴിക്കുഞ്ഞുങ്ങളുടെ ശീലമാണ് ഇതിനുണ്ടായിപ്പോയത്. നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ശീലങ്ങളാണ്.
പലപ്പോഴും നമ്മെ പിന്നോക്കം നിലനിർത്തുന്നത്, പിന്നോട്ട് വലിക്കുന്നത്. അതുപോലെ ഈ കഴുകൻ കുഞ്ഞുങ്ങൾ വീണ്ടും നടക്കുമ്പോൾ കഴുകന് ദേഷ്യമായി ഓടി വന്നൊരു കൊത്തൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, നീ കഴുകൻ കുഞ്ഞാണ്, നിന്റെ ചിറക് ഒന്ന് നിവർത്തി നോക്ക്. പതുക്കെ ഈ കഴുകൻ കുഞ്ഞുങ്ങൾ ചിറക് നോക്കി വിരിച്ചു, പതുക്കെ ഒന്ന് ഉയർന്നു പൊങ്ങുവാൻ ശ്രമിച്ചു. നന്നായിട്ടതിന് പൊന്തുവാൻ കഴിയുന്നു. പതുക്കെ പറന്ന് ആകാശം നീലിമയിലേക്ക് പറന്നു പൊങ്ങി എന്നാണ് ആ എഴുത്തുകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഉയരങ്ങൾ താണ്ടാനുള്ളവർ വീണ്ടും തവളയെ പോലെ ചാടി നടക്കുന്നതാണ് ദുര്യോഗമെന്നത് നാം മനസ്സിലാക്കണം. ഇവിടെയാണ് യെശയ്യാ പ്രവാചകൻ വളരെ ശക്തമായി തൻ്റെ ജനത്തിന് താക്കീത് നൽകുന്നത്. നീ കഴുകനെ പോലെ ചിറകടിച്ചുയരേണ്ടവരാണ്. ഇസ്രായേൽ മക്കളാണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അന്യവിഗ്രഹ ആരാധികളായി ഇങ്ങനെ ഇവിടെ കറങ്ങി നടക്കേണ്ടവരല്ല എന്ന ബോധ്യം നൽകുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് ഒരു പ്രവാചക ശ്രേഷ്ഠൻ്റെ ദൈവം അവനെ നിലനിർത്തിയത്, അല്ലെങ്കിൽ ഉറപ്പിച്ച തൻ്റെ ജനത്തേക്ക് പറഞ്ഞയച്ചത് ഈ ശക്തി നൽകുവാൻ വേണ്ടിതാണ്. രണ്ടാമത്, കഴുകൻ എന്ത് സന്ദേശമാണ് നൽകുന്നത്? നമ്മൾ സാധാരണ കഴുകൻ ദൃഷ്ടി എന്ന് പറയാറുണ്ട്. ഈഗിൾ ഐസ്. ഞാൻ പഠിച്ച യോങ്സെ എന്ന് പറയുന്നൊരു കോളേജ്, തിയോളജി, വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്. കൊറിയയിൽ പഠിച്ച യൂണിവേഴ്സിറ്റി, വലിയൊരു യൂണിവേഴ്സിറ്റി. എത്രയോ ഏക്കറാണെന്ന് അറിയില്ല, 500 ഏക്കർ വരും. വലിയൊരു കുന്നെല്ലാം അവരുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. തിയോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടെ ഒരു മെഡിക്കൽ കോളേജുണ്ട്, വലിയൊരു സിവിയറൻസ് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ്, വളരെ വിശാലമായ. അതിൻ്റെയൊക്കെ അടുത്ത് വരണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കോളേജുകൾ വരണം 10-20 വർഷം കഴിയണം. അത്രമാത്രം ആധുനിക ടെക്നോളജിയൊക്കെ ഉള്ള വലിയ കോളേജുകൾ. എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, പിന്നെ മറ്റ് ആർട്സ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആ കോളേജിൻ്റെ പ്രധാനപ്പെട്ട ഐക്കൺ എന്ന് പറയുന്നത് അവിടെ നടുക്ക് വച്ചിരിക്കുന്നൊരു ഈഗിളിൻ്റെ സ്റ്റാച്ചുവാണ്. അപ്പോൾ അവരുടെ സിമ്പൽ എന്ന് പറയുന്ന ഈഗിളാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു പഠനം നടത്താൻ അവരോട് എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചവർ പറഞ്ഞത്, ഈഗിൾ ഐസിനെ പോലെ ഉള്ളവരായി അവിടെ പഠിക്കുന്ന ഓരോ വ്യക്തികളും മാറണം എന്നതാണ് ആ കോളേജ് നൽകുന്ന അവർക്ക് കൊടുക്കുന്ന ഉത്തേജനം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന എൻകറേജ്മെൻ്റ് അല്ലെങ്കിൽ മോട്ടോ എന്ന് പറയുന്നത് ഈഗിൾ ഐസ് ഉള്ളവരായിട്ട് മാറണം. അപ്പോൾ അതുകൊണ്ട് ഗ്ലോബൽ യൂണിവേഴ്സിറ്റി അവർ വീണ്ടും അടുത്ത വേറൊരു ഐലൻഡിൽ അവർ സ്ഥാപിച്ചു. വളരെ ശക്തമായി നല്ല നിലപാടുള്ളവരെ വാർത്തെടുക്കാനുള്ള പരിശ്രമമാണ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ കോളേജായിട്ടത് ഉയർത്തപ്പെട്ടു. ഞാൻ പറയാനായിട്ട് കാരണം അവരുടെ മോട്ടോ അല്ലെങ്കിൽ സ്റ്റാച്ചു അവിടെ വരുന്ന കുഞ്ഞു ക്ലാസ്സിൽ നഴ്സറിയിലോ 1ാം സ്റ്റാൻഡേർഡിൽ 2ാം സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോൾ കുട്ടികളെ ഈ കോളേജിൽ കൊണ്ടുവരും, ഈ വലിയ യൂണിവേഴ്സിറ്റി കൊണ്ടുവരും. ഇത് കാണിക്കുകയാണ്. കുഞ്ഞു നാളിൽ ഈ കോളേജിൻ്റെ വാതായനങ്ങളിലൂടെ ഇങ്ങനെ നടത്തി അവരിങ്ങനെ പഠിപ്പിക്കുക, നിൻ്റെ ഡ്രീം ഇതായിട്ട് മാറണം, ഈ കോളേജിൽ പഠിക്കാനായിട്ട് വരണം. പല കുഞ്ഞു മക്കളെയും കാണുമ്പോൾ ഞങ്ങൾക്ക് അതിശയമാണ്. അവർ പറഞ്ഞു, ഞങ്ങളും ഇതുപോലെ, എൻ്റെ സുഹൃത്തുക്കളെ പറയാണ്, ഇതുപോലെ വന്നിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. അപ്പോൾ അതാണ് ഞങ്ങളുടെ മോട്ടിവേഷനായി തീർന്നത്. അപ്പോൾ ഈ കോളേജിൻ്റെ വാക്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാനമായ പ്രമാണം എന്ന് പറഞ്ഞ് ഈഗിൾ ഐ ഉള്ളവരായിട്ട് മാറണം. എല്ലാത്തിനെയും ഷാർപ്പായി വീക്ഷിക്കാൻ കഴിയണം. അപ്പോൾ ഈ ഈഗിൾ ദൃഷ്ടി എന്ന് പറയുന്നത്, ഈഗിൾ വിഷൻ എന്ന് പറയുന്നത്, ഈ കഴുകൻ 5 കിലോമീറ്ററോളം കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. 5 കിലോമീറ്ററോളം തൻ്റെ ഇരയെ കണ്ടെത്താനായിട്ട് കഴിയുന്ന ആ ഒരു ജീവിയാണ്, ആ ഒരു പറവയാണ് ഈഗിൾ എന്ന് പറയുന്നത്. അപ്പം ഇതുകൊണ്ട് എന്താണ് പഠിപ്പിക്കുന്നത്? വളരെ ദീർഘവീക്ഷണമുള്ളവരായിട്ട് ക്രിസ്ത്യവിശ്വാസികൾ മാറണം. പ്രവാചകൻ അവരെ പഠിപ്പിക്കുന്നതാണ്, ശ്രദ്ധയോടെ ചിറകടിച്ചുയരുവാനും ശ്രദ്ധയോടെ വീക്ഷിക്കുവാനും ജാഗ്രതയുള്ളവരായി മാറുവാനും കഴിയണം. ഈ നോമ്പിൻ്റെ നാളുകളിൽ എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹമേ, കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വീക്ഷണമുള്ളവരായി, ശ്രദ്ധയുള്ളവരായി, ജാഗ്രതയോടെ മുമ്പോട്ട് പോകുവാനുള്ള ആഹ്വാനമാണ്. കഴുകനെ പോലെ ശ്രദ്ധ പായിച്ച് മുമ്പോട്ട് കുതിക്കുവാനുള്ള കൽപ്പ് നമുക്കുണ്ടാകണമെന്ന ആഹ്വാനമാണ് ഈ വചനം നമുക്ക് നൽകുന്നത്. മൂന്നാമത് കഴുകൻ പഠിപ്പിക്കുന്നത് കഴുകൻ എന്ന് പറയുന്നത്, നമ്മൾ ആ കഴുകൻ വർഗത്തിൽപ്പെട്ട വേറൊരു ഒന്നും കൂടെയുണ്ട്. വോൾച്ചർ എന്ന് പറയും. എന്ത് പറയും മലയാളത്തിൽ? ഈ മാംസങ്ങളൊക്കെ തിന്നുന്ന, അതായത് മനുഷ്യ ശരീരമൊക്കെ തിന്നുന്ന വൾച്ചർ, അത് വേറൊരു ഇതിൻ്റെ വിഭാഗത്തിൽപ്പെട്ടതാണ്. പക്ഷേ അത് മനുഷ്യ മാംസം തിന്നും. യേശുവിനെ ക്രൂശിച്ചതുപോലെ കള്ളന്മാരെയൊക്കെ ക്രൂശിക്കുമ്പോൾ അവിടെ തന്നെ വച്ചേച്ച് പോവുകയാണ്. അവിടെ കിടന്ന് മനുഷ്യ മാംസമൊക്കെ കൊത്തിവലിച്ച് തിന്നുന്നത് ഇതേ വിഭാഗത്തിൽപ്പെട്ട ജീവികളാണ്. പക്ഷെ ഇവിടെ ഈ കഴുകൻ്റെ പ്രത്യേകത ഒരിക്കലും ചത്ത ജന്തുക്കളെ അത് ഭക്ഷിക്കാറില്ല.
കഴുകൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജീവനുള്ള വേട്ടയാടിയാണ് അത് ഭക്ഷിക്കാറുള്ളത്. ഇപ്പോൾ പഴയ അനുഭവങ്ങളിലേക്കല്ല ഈ കഴുകൻ വിരൽ ചൂണ്ടുന്നത്, പുതുമയിലേക്ക്. അപ്പോൾ പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമല്ല, പഴയവയല്ല അവൻ ആഗ്രഹിക്കുന്ന ഫ്രഷ്നെസ്സാണ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്ന ആഹ്വാനമാണ് ഈ കഴുകൻ നമുക്ക് നൽകാനുള്ളത്. എന്നെ കേൾക്കുന്ന ക്രിസ്തീയ സഹോദരങ്ങളെ, ഒരു ഫ്രഷ്നെസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമുക്ക് സിറ്റിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെൽഗേറ്റ് തുടങ്ങിയ പുതിയ കടകളെ നമുക്ക് കാണാൻ പറ്റും, വെജിറ്റബിൾ മാർക്കറ്റുകൾ കാണാൻ പറ്റും. അവർ പറയുന്നത് എക്കോ ഫ്രണ്ട്ലി ആയ വീടുകളിലുള്ള വെജിറ്റബിളാണ് ഞങ്ങളുടെ കടകളിൽ നൽകുന്നു എന്ന് പറയുമ്പോൾ ധാരാളം പേര് ഇടിച്ചു കയറുന്ന കാണാൻ പറ്റും. അതുപോലെ പല കടകൾ ഇന്ന് ധാരാളമായിട്ടുണ്ട്. അതൊക്കെ പല പറ്റിപ്പുകളൊക്കെ ധാരാളം ഉണ്ടെങ്കിലും ഞാനതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ജനം ഇന്ന് ആഗ്രഹിക്കുന്നത് എന്താ? വല്ലാത്ത വളമൊക്കെ രാസവളവും പ്രയോഗമൊക്കെ നടത്തി ഫെർട്ടിലൈസേഴ്സൊക്കെ ഉപയോഗിക്കുന്ന വിഷാംശമുള്ള ഭക്ഷണം വേണ്ട, നല്ല ഭക്ഷണം കിട്ടണമെന്ന ചിന്തയോടെയാണ് ഇത്തരത്തിലുള്ള കടകളെ അഭയം പ്രാപിക്കുന്നത്. അപ്പോൾ ഫ്രഷ്നെസ് ഉണ്ടാകാനായിട്ടുള്ള പരിശ്രമമാണുള്ളത്. അപ്പോൾ ഈഗിൾ നമ്മെ പഠിപ്പിക്കുന്നത്, കഴുകൻ പഠിപ്പിക്കുന്നത് എന്താ? പുതുക്കത്തിൻ്റേതായ അനുഭവം നിനക്കുണ്ടാകണം എന്ന യാഥാർത്ഥ്യമാണ്. ഇതാണ് പ്രവാചകൻ പറയുന്നത്, ശക്തിയെ പുതുക്കുന്ന ഒരു കഴുകൻ്റെ സ്വഭാവം നിന്നിലുണ്ടാകണം എന്ന യാഥാർത്ഥ്യം. പിന്നെ കഴുകൻ നമ്മെ പഠിപ്പിക്കുന്നത്, കഴുകൻ ഒരിക്കലും നമ്മളിവിടെ മുകളിലൊന്നും ഇങ്ങനെ പാറിപ്പറന്ന് നടക്കില്ല. അത് ഉയരം തന്നെ, നേരത്തെ പറഞ്ഞു, ഉയരം താണ്ടുന്ന ഒന്നാണ്. അപ്പോൾ ഈ കൊടുങ്കാറ്റൊക്കെ വരുമ്പോൾ ഒരിക്കലും കഴുകൻ പതറിപ്പോകാറില്ല. ഈ കൊടുങ്കാറ്റിനെയും ഭേദിച്ച് മുകളിലേക്ക് കയറും, കൊടുങ്കാറ്റിനെ ഭേദിച്ച് മുകളിലേക്ക് കയറും. ഈ കഴുകന് കൊടുങ്കാറ്റ് വരുന്നത് ആവേശമാണ്. നമ്മളാണെങ്കിൽ ചെറിയൊരു തുമ്മൽ പനി വരുമ്പോൾ, അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, കണ്ണുനീരിൻ്റെ അനുഭവം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ പതറിപ്പോകും, തളർന്നു പോകും. പിന്നെ പിടിക്കാൻ 10 പേര് വേണം. ഇവിടെ കഴുകൻ പഠിപ്പിക്കുന്ന അതല്ല. ശക്തിയോടെ കുതിച്ചുയരുവാൻ, എന്ത് പ്രതികൂലത്തെയും അതിജീവിക്കുവാൻ കരുത്തുള്ളവനായി ഈ കൊടുങ്കാറ്റടിക്കുമ്പോൾ ആവേശത്തോടെ കൊടുങ്കാറ്റിനെ കീറിമുറിച്ച് അതിനെതിരെ ഉയരുവാനുള്ള ആഹ്വാനമാണ് ഇവിടെ കഴുകൻ നമുക്ക് നൽകി. ഇതാണ് യെശയ്യാവ് പറഞ്ഞത്, വീണ്ടും ഈ വിഗ്രഹങ്ങളെയും ആരാധിച്ച് നടക്കേണ്ടവനല്ല. പ്രതികൂലമുണ്ടായി, അശൂരും ബാബിലോണൂരും ഒക്കെ പിടിച്ചുകൊണ്ട് പോയി അടിമകളായി. പക്ഷേ ഇവിടെ കിടക്കേണ്ടവരല്ല, കുതിച്ച് ഉയരുവാൻ, പ്രതികൂലങ്ങളെ ഭേദിച്ച് മുന്നേറുവാനുള്ള ആഹ്വാനമാണ് ഈ പ്രവാചക ശ്രേഷ്ഠൻ തൻ്റെ ജനത്തിന് നൽകിയത്. ഈ രാത്രികാലം ദൈവം നമുക്ക് നൽകുന്ന ആലോചന ഇതാണ്. മുമ്പോട്ട് പോകുവാനുള്ള ശക്തി ദൈവം നമുക്ക് നൽകുമ്പോൾ പിന്നോക്കം പോകുവാൻ പരിശ്രമിക്കരുത്, ശക്തിയോടെ മുന്നേറുവാൻ കഴിയണം. 5-മതായി, ഈ കഴുകൻ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കാറുണ്ട്. കുഞ്ഞുങ്ങളെ അതിൻ്റെ കൂട്ടിൽ മുട്ടയൊക്കെ ഇട്ട് അത് വിരിയുമ്പോൾ അതൊക്കെ ആഹാരം ഫീഡ് ചെയ്യാണ്, കൊടുക്കും, പിന്നെ കൊടുക്കും, പിന്നെ ഈ കൂട് തട്ടിപ്പൊട്ടിക്കും. അത് തന്നെ ചിറകടിച്ച് ഈ കൂടിനെ പൊട്ടിക്കും. അപ്പോഴേ കുഞ്ഞ് കഴുകന്മാർ താഴേക്ക് വരും, അതിൻ്റെ ചിറക് വിടർത്തും. അതിന് നിലനിൽപ്പിനായുള്ള പരിശ്രമം ഉണ്ടാകും, പറക്കാൻ തുടങ്ങും. വീണു പോകാതെ പതുക്കെ ആ കഴുകൻ താഴെ വന്ന് അതിൻ്റെ ചിറകിൽ വഹിച്ചുകൊള്ളും. അതാണ് ആ കഴുകൻ്റെ പഠിപ്പിക്കൽ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സ്വന്തം പര്യാപ്തം, എന്നും സ്പൂൺ ഫീഡിങ് നടത്തുന്ന മാതാപിതാക്കളേക്ക് ഇന്ന് കാണാൻ പറ്റും. മക്കൾ ഒരിക്കലും സ്വന്തരായി വിടില്ല, സ്പൂൺ ഫീഡിംഗ് ആണ്. നമ്മുടെ എല്ലാം കുറ്റമാണിത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കഴുകൻ അതിൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ശീലമാണ്. നീ ലോകത്തിൽ വളരേണ്ടവരാണ്, നിന്റെ സ്വന്തം ചിറകിൽ വിശ്വസിക്കേണ്ടതാണ്, അനന്ത നീലിമയിലേക്ക് കുതിച്ച് ഉയരേണ്ടവനാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ തരുന്ന ഭക്ഷണം ഭക്ഷിച്ച് ഇവിടെ കഴിയാമെന്ന് ചിന്തിക്കരുത്. ഈ ഞാനുണ്ടാക്കിയ താൽക്കാലിക കൂടിനെ ഞാൻ പൊളിച്ചു കളയും. നീ താഴേക്ക് നിബദിക്കുകയല്ല, ചിറകടിച്ച് ഉയരങ്ങളിലേക്ക് ഉയരുവാൻ പണിപ്പെടണം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ആർജവമാണ് യെശയ്യാ പ്രവാചകൻ ഇസ്രായേൽ ജനത്തിന് നൽകിയത്. വീണ്ടും വീണ്ടും ഈ തണുത്തുറഞ്ഞ അന്തരീക്ഷത്തിൽ നിങ്ങൾ കാണുന്ന ശത്രുവിനോടൊപ്പം രമ്യപ്പെട്ട് ജീവിക്കുവാനല്ല, അതിനോട് സമരസപ്പെട്ട് ജീവിക്കുവാനല്ല, ചിറകടിച്ചുയരുവാൻ, നിന്റെ ചിറകിന് ശക്തിയുണ്ട് എന്ന സുബോധത്തോടെ മുമ്പോട്ട് പോകുവാൻ തയ്യാറാകണം. കഴുകൻ പഠിപ്പിക്കുന്ന പാഠമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സഭകൾക്ക് പരിശീലനങ്ങൾ ഉണ്ടാകണം. അതിൻ്റെ ഭാഗമാണ് 40 ദിവസത്തെ നമ്മുടെ നോമ്പാചരണവും പ്രാർത്ഥനയെന്ന് പറയുന്നത്. ശക്തി ഉള്ളവരാണ് എന്ന തിരിച്ചറിവുണ്ടാകുവാൻ, വീണ്ടും ദൈവവചനം പഠിക്കുവാൻ, തണുത്തുറഞ്ഞുപോയ വിശ്വാസ ആചാരങ്ങളെ ഊതി
കൊളുത്തുവാനുള്ള ആഹ്വാനമാണ് വചനത്തിന് നൽകുവാനായിട്ടുള്ളത്. ആറാമതായി, എനിക്ക് കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നതിൽ നമുക്ക് സമയമില്ല, 6 ഞാൻ നിർത്താം. അപ്പോൾ അതിൽ 6ാമത് കഴുകേണ്ടത് നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് തന്നെയാണ്. കഴുകന് വയസ്സാകുമ്പോൾ അത് ഏതെങ്കിലും ഗുഹയിലോ പാറക്കെട്ടിൻ്റെ ഇടയിൽ ചെന്ന് സമാധി ഇരിക്കുമെന്ന് അതുപോലെ ഇരിക്കും. അതിൻ്റെ തൂവലുകളൊക്കെ കൊത്തിപ്പറിച്ച് കളയും. വേദനാജനകമായ അനുഭവമാണ്. സ്വന്തം തൂവലുകൾ കൊത്തിപ്പറിച്ച് കളയും. എന്നിട്ടതങ്ങനെ സമാധിയായി അല്പം ഏകാഗ്രതയോടെ അതവിടെ കഴിയുമെന്നാണ് പറയുന്നത്. പിന്നെ പുതിയ തൂവലുകൾ കിളിർക്കും. പുതുശക്തി പ്രാപിച്ച് ആകാശനീലിമയിലേക്ക് അനന്തവിഹായുസിലേക്ക് പറന്നുയരും. ഇതാണ് കഴുകൻ പഠിപ്പിക്കുന്ന പാഠം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, ഈ നോമ്പാചരണത്തിന് ശേഷം എന്ത് തരം ഉയർച്ചയാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഇതുപോലെ ചിറക് വിടർത്തി ഉയരുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈ പഴയ ചിറകൊക്കെ കൊത്തിപ്പറിച്ച് കളയണം. ചിലതൊക്കെ വലിച്ചു പറിച്ച് കളയണം. ചില ചിന്താഗതികൾ നമ്മൾ മാറ്റണം. പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാറ്റണം. പുതിയ പുതിയ ദൃശ്യാവിഷ്കാരം ഉണ്ടാകണം. പുതിയ ചിന്തയുണ്ടാകണം, ചിന്താഗതികൾ ഉണ്ടാകണം, കാഴ്ചയുണ്ടാകണം, കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം. അതാണ് കഴുകൻ പഠിപ്പിക്കുന്ന പാഠം എന്ന് പറയുന്നത്. ഇസ്രായേൽ മക്കളെ, ഇതുപോലെ കഴിയുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധയോടെ മുന്നേറുവാനുള്ള ആഹ്വാനം. ഇതുപോലെ ചടഞ്ഞുകൂടിയിരുന്ന് ഇവിടെ അസ്തമിക്കാമെന്ന് കരുതരുത്. അശൂരിൻ്റെയും ബാബിലോണിൻ്റെയും അടിമത്തത്തിൽ പഴയ ചിറകുമായി കഴിയരുത്. അതുകൊണ്ട് ശ്രദ്ധയോടെ പഴയ അനുഭവങ്ങളെ വലിച്ചു പറിച്ചു കളഞ്ഞ് ശ്രദ്ധയോടെ മുന്നേറുവാൻ പുതുശക്തി ലഭിക്കുമ്പോൾ, പുതിയ ചിറകുകൾ ലഭിക്കുമ്പോൾ അനന്തയിലേക്ക് ഉയർന്നു പോകണമെന്ന ആഹ്വാനമാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വരാമോ? കഴുകൻ പഠിപ്പിച്ച ഈ പാഠങ്ങൾ, യെശയ്യാപ്രവാചകൻ നമുക്ക് നൽകിയ ഈ ആത്മീക പാഠങ്ങൾ ജീവിത പാഠങ്ങളാക്കാമോ? കണ്ണുകളടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കേട്ട പാഠങ്ങളെ ഒന്നുകൂടി വിലയിരുത്താം. ഉയരുവാൻ സാധ്യതയുണ്ടായിട്ടും ഉയരുവാൻ കഴിയാതെ തണുത്തുറഞ്ഞു പോകുന്ന വിശ്വാസങ്ങൾ കർത്താവേ പൊറുക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമോ? പഴയവ കൊത്തിപ്പറിച്ചു തിന്നുന്ന ജീവിതാനുഭവമല്ല, പഴയ അനുഭവത്തിലല്ല പുതുമ തേടുവാൻ, പുതുദർശനമുണ്ടാകുവാൻ, പുതിയ കാഴ്ചപ്പാടോടെ ക്രിസ്തുവിനെ നോക്കുവാൻ പുതിയ ദർശനം നൽകണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാമോ? നമ്മുടെ ദൃഷ്ടി, പുതിയ ദൃഷ്ടി എപ്രകാരമാണ്? അകക്കണ്ണ് തുറന്ന് ക്രിസ്തുദേവനെ കാണുവാൻ ഈ നോമ്പിൻ്റെ നാളുകളിൽ എനിക്ക് പ്രാപ്തി നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? വളരെ ശ്രദ്ധയോടും ജാഗ്രതയോടും മുമ്പോട്ട് പോകുവാൻ എന്നെ പക്വപ്പെടുത്തുന്ന നാളുകളാക്കി നോമ്പിൻ്റെ നാളുകൾ മാറ്റണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാമോ? സ്വയാർപ്പണത്തോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. നമ്മുടെ അരിമനാഥൻ നമ്മെ തള്ളിക്കളയുന്നവനല്ല, ഉപേക്ഷിക്കുന്നവനല്ല. പറക്കമുറ്റാതെ നമ്മെ പഠിപ്പിക്കുന്നവനാണ്. തളർന്നു പോകാതെ താളടിയായി വീണുപോകാതെ സ്വന്തം ചിറകിൽ വഹിച്ചു കൊള്ളുന്നവൻ നമ്മെ പറക്കാൻ പഠിപ്പിച്ച, പറക്കമുറ്റുമ്പോൾ പുതിയ വാതായനം നമ്മുടെ മുമ്പിൽ തുറന്നിടുന്ന, അനന്തതയിലേക്ക് കുതിച്ചേരുവാൻ ആഹ്വാനം നൽകുന്ന അരിമനാഥൻ്റെ അരികിലേക്ക് നമുക്ക് അടുത്തു വരാം. നമുക്കെല്ലാവർക്കും യേശു കർത്താവിനോട് പ്രാർത്ഥിക്കാമോ? എന്ത് വചനമാണ് എനിക്ക് ലഭ്യമായത്? എവിടെയാണ് ഞാൻ വീണിരിക്കുന്നത്? എവിടെയൊക്കെ എനിക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ട്? പഴയതിനെ പരതുന്ന ജീവിതാനുഭവങ്ങൾക്ക് മാറ്റം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഉയരുവാൻ സാധ്യതയുണ്ടായിട്ടും ഉയർന്നു പൊന്താതെ കീഴ്പോട്ട് പോയ അനുഭവങ്ങൾക്ക് ഭേദം വരുത്തണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പഴമയം മാത്രം പരതി നടക്കുന്ന ജീവിതാനുഭവങ്ങളെ മാറ്റണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? ഒരു നിമിഷം കണ്ണുകളടച്ച് യേശു എന്നോട് എന്താണ് സംസാരിച്ചത് എന്ന് നമ്മുടെ മനസ്സിനോട് തന്നെ ചോദിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുകളെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ചിറകുകൾ അതിന്മേൽ വിരിച്ചുകൊണ്ട്
നീലം പരിശായി നാം നശിച്ചിടാതെ പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ, പാപങ്ങളാകവെ ക്ഷമിച്ചിടുന്നു, രോഗങ്ങളഖിലവും നീക്കിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ, അമ്മയെപ്പോൾ നമ്മെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ. ആഹാരപാനീയം ഏകി നമ്മിൽ നിത്യമാം ജീവനെ നൽകിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കഴുകനെ പോലെ പുതുശക്തി പ്രാപിച്ച് ഉയരങ്ങളിലേക്ക് കുതിച്ചു വരുവാനുള്ള ആഹ്വാനം യെശയ്യാ പ്രവാചകനിൽ നിന്ന് ഇസ്രായേൽ മക്കൾക്ക് ലഭ്യമായതുപോലെ ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് നന്ദി. കർത്താവേ, കഴുകൻ്റെ ദൃഷ്ടാന്തം ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാനുള്ള ആലോചന നൽകിയതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളെ തന്നെ ഇല്ലാതെയാക്കുന്ന, കർത്താവെ തണുത്തുറഞ്ഞു പോകുന്ന വിശ്വാസമല്ല, കർത്താവ് ഉയരങ്ങളിലേക്ക് കുതിക്കുവാനുള്ള പുതിയൊരാർജവം ഞങ്ങൾക്ക് നൽകുകയാൽ സ്തോത്രം. ഞങ്ങളിതാ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഞങ്ങൾ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. കർത്താവെ, നോമ്പിൻ്റെ നാളുകളിൽ കർത്താവെ വ്രതാനുഷ്ഠാനത്തോടെ, ശ്രദ്ധയോടെ, കർത്താവെ ദൈവാശ്രയത്തോടെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, പുതിയ ശക്തിയോടെ കർത്താവെ കുതിച്ചു വരുവാൻ വേണ്ടുന്ന പുതിയ ശക്തി ഞങ്ങൾക്ക് ദാനമായിട്ട് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ നിൻ്റെ മക്കളെയും, ഈ ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും കർത്താവ് എല്ലാവരെയും അങ്ങ് ആശീർവദിച്ചുകൊള്ളും. ഞങ്ങളെല്ലാവരെയും ശക്തീകരിക്കുന്നതേക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. സമാധാനത്തോടെ ആശീർവാദം കൈക്കൊള്ളുവിൻ. പിതാ, പുത്ര, പരിശുദ്ധാത്മാവായി ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ആലയത്തുള്ളിലായിരിക്കുന്ന ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്ന എല്ലാ നിൻ്റെ മക്കളോടും അവരുടെ വിശ്വാസാചാരങ്ങളോടും ദൈവാശ്രയത്തോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.